ഹലോ മക്കളുമാരെ എല്ലാവരും പോയോ? അനുജന്മാരെ, അനുജിത്തുമാരെ, ഏട്ടന്മാരെ, ചേച്ചിമാരെ, കൊച്ചുമക്കളെ, അമ്മമാരെ, അമ്മമ്മമാരെ എല്ലാവരും പോയോ? ഒരു ചെറിയൊരു മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒത്തിരി ഓട്ടട ഉണ്ടാക്കി, വാഴയിലയിൽ ഒത്തിരി ഓട്ടട ഉണ്ടാക്കി നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കാവുന്നു. അപ്പോൾ അത് നല്ല വെള്ളപ്പച്ചരിയിലെ മാവാണ്, വെള്ളപ്പച്ചരി മാവാണ്. അതിൽ ആവശ്യമായത് ഉപ്പ്, തേങ്ങ, ശർക്കര, നെയ്യ്. അപ്പോൾ നിങ്ങൾ ശരിക്കും നെയ്യ് എന്തിനാണെന്ന് അത് പറഞ്ഞു തരാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഞവടി ഉരുട്ടി റെഡിയാക്കി നമുക്ക് എടുക്കാം. ഓക്കെ, ചൂട് വെള്ളത്തിലാണ്, വെള്ളം നന്നായി ചൂടാക്കി അതിലാണ് ഈ മാവ് ഞവിടുന്നത്. അത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്, അടിപൊളി സെറ്റായിട്ടുണ്ട്. ഉപ്പും ചൂട് വെള്ളവും നമ്മുടെ നല്ല വെള്ള പച്ചരി മാവും ഇവിടെ നന്നായിട്ട് യോജിപ്പിച്ച് അടിപൊളിയാക്കി ഈ പരുവത്തിലാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വാഴയിലയിലേക്ക് നിരത്തി എടുക്കാം. അപ്പോൾ നമുക്ക് വാഴയില, ഞാനിത് വാട്ടിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത വാഴയില. അതിലേക്ക് നമുക്ക് ഈ ഉരുട്ടിയ മാവ് അതിലേക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്കത് നന്നായി പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ അകത്ത് നമ്മൾ തേങ്ങ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ശർക്കര എല്ലാത്തിലും ഫില്ല് ചെയ്യുന്നതാണ്. ശർക്കര ഫില്ല് ചെയ്തു. ഇനി നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാവുന്നതാണ്. നെയ്യ് ഒഴിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാകുന്ന അത് മാത്രവുമല്ല, കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഈ നെയ്യ് ദോശ, നെയ്യ് കൊണ്ട് ദോശ ഇടുന്നത് ഇതെല്ലാം അവർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓട്ടടയിൽ ഈ നെയ്യ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അടിപൊളി ഒരു മണവും ഒരു ടേസ്റ്റും എല്ലാം ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയും വലിയവരെല്ലാവരും കഴിക്കുകയും എല്ലാം ചെയ്യണം. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ചു. അതിലേക്ക് നമ്മൾ ഒരു ഉരുളി, ചെറിയൊരു ഉരുളി നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ പണ്ടൊക്കെ ഉരുളിയിലല്ലേ നമ്മൾ ചെയ്യുന്നത്, അതുപോലെ നമ്മളൊരു ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്ര എണ്ണം 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് വെക്കുന്നതാണ്. 2 എണ്ണമേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ടത് വയ്ക്കാൻ കഴിയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്കിത് തിരിച്ചിട്ട് നോക്കാം. അങ്ങനെ പരുവമായിട്ടുണ്ട്. അപ്പോഴും ഞങ്ങളുടെ നെയ്യ് കൊണ്ടുള്ള അരി ഓട്ടട റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. 2 എണ്ണം കൂടെ ബാക്കിയുണ്ട്, അതുകൊണ്ട് റെഡി ആയിട്ടെ. അപ്പോഴും ഞാനുണ്ടാക്കിയ ഓട്ടട റെഡി ആയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. എല്ലാവരും വായോ. അരിമാവിൽ ഉണ്ടാക്കിയ ഓട്ടടയാണ്. തേങ്ങ, ശർക്കര, നെയ്യ് ചേർത്ത് ഉണ്ടാക്കിയതാണ്. ഇതെല്ലാവരും പരീക്ഷിക്കണം. എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. സൂപ്പർ. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും വരിക, നമുക്കിത് കഴിക്കാവുന്നതാണ്. നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ബൈ ബൈ.